ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് UK ഹയർ എഡ്യൂക്കേഷന് വന്നതാണ് 2007. അത് ശരി. ജെയിൻ യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യുന്ന ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തൊരു ഗ്രൂപ്പാണ്. ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വല്ലതും ഉണ്ടോ? അതോ നിങ്ങൾ വെറുതെ ഇങ്ങനെ കോഴ്സ് പേര് ഞാൻ നിങ്ങളുടെ കോഴ്സിൻ്റെ പേര് പലതും കേട്ടിട്ട് ട്രഡീഷണൽ പേരുകളാണ്. ഇന്ത്യയിൽ നമ്മൾ 25 സ്റ്റേറ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം ഇത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നഷ്ടപ്പെട്ട പണവും. കേരളത്തിലൊരു 130ഓളം കോടി രൂപ നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗുണം കിട്ടിയില്ലായിരുന്നു, ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ കോസും ഒരു നോബൽ കോസും കൂടെയുണ്ട്. അതെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ടെക്നിക്കലി ഉണ്ടായിരുന്ന തടസ്സം 2023 പൂർണ്ണമായും മാറി. ചുമ്മാ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ടൊക്കെ ബന്ധം, സ്വിസ് ബാങ്കിന്റെ ഇടനിലക്കാരനായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. നമസ്കാരം, ഷൂട്ടർ സൈറ്റിലേക്ക് സ്വാഗതം. വളരെ വിചിത്രമായ അഭിമുഖമാണ്. വിചിത്രമായ ഒരു രാജ്യത്ത് വെച്ച്, ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഈ അഭിമുഖം എടുക്കുന്നത്. എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കേരള കാമ്പസിൻ്റെ ചുമതലക്കാരനായ ടോമാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലെ മാധ്യമങ്ങളിൽ ധാരാളം പരസ്യം കൊടുക്കാറുണ്ട്. ചില വിവാദങ്ങളിലൊക്കെ പെട്ടതായി പണ്ട് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി ജനുവനാണോ, ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താൽ കുട്ടികളെ അതെങ്ങനെ ബാധിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ടോം ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന നഗരത്തിലെ ബ്ലേബി വെസ്റ്റ്ഫീൽഡ് ഹോട്ടലിൽ ഞങ്ങൾ തമ്മിലുള്ള ഈ സംഭാഷണം നടക്കുന്നത്. നമസ്കാരം ടോമേ. നമസ്കാരം സാഞ്ചേട്ടാ. ഈ ടോമിന് UK ആയിട്ട് എന്താണ് കണക്ഷൻ? ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് UK ഹയർ എഡ്യൂക്കേഷന് വന്നതാണ് 2007. അത് ശരി. അപ്പോൾ 97-98 കാലങ്ങളിൽ ഒരുപാട് പേര് വന്ന് അവരെല്ലാം രക്ഷപ്പെട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങളും വന്നിട്ടും നിങ്ങളും ക്ലിക്കായി കൊള്ളാം. അപ്പോൾ ഇവിടെ എന്താ ഡിഗ്രി ചെയ്ത്? ഞാനിവിടെ എൻ്റെ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഇവിടെ എവിടെ ചെയ്തത്? ഞാൻ ആദ്യം പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ഫൈനാൻസിലാണ്, എൻ്റെ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്ത് യൂണിവേഴ്സിറ്റി വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ ചെയ്തു. അതെ. അപ്പോൾ നിങ്ങൾ ഇവിടെ സെറ്റിൽഡ് ആണോ ബേസിക്കലി? അല്ല, ഞാനിപ്പോൾ ഒരു ഇന്ത്യയിലും ഇവിടെയായിട്ടാണ്. 15 ദിവസം ഇവിടെയും 15 ദിവസം ഇന്ത്യയിലായിട്ടാണ്. നാട്ടിലിവിടെ വീട്? നാട്ടിൽ തൊടുപുഴയാണ് വീട്. തൊടുപുഴ എന്ന് പറഞ്ഞാൽ വാഴക്കുളം എന്ന് പറയും, പൈനാപ്പിളിൻ്റെ സിറ്റി. അറിയാം. ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആരാണ് ടോം? ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഹെഡ് ചെയ്യുന്ന ഡയറക്ടറാണ്. അത് കേരളത്തിലെ മാത്രമാണോ അത് എല്ലായിടത്തെയും? യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഹെഡ് ചെയ്യുന്നത്. കേരള ക്യാമ്പസ് അതിലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതുപോലെ ജെയിൻ്റെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഡിവിഷൻ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. അങ്ങനെ പുതിയ ക്യാമ്പസുകൾ, അങ്ങനെ പുതിയ ഇനിഷ്യേറ്റീവ്സ് എല്ലാം ഹെഡ് ചെയ്യാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി. കേരള ക്യാമ്പസിൻ്റെ ചുമതല നിങ്ങൾക്ക് തന്നെയാണ്? അതെ, കേരള ക്യാമ്പസിൻ്റെ ചുമതല ഫുള്ളി അത് ഓർഗനൈസ് മാനേജ് ചെയ്യുന്നത് നിങ്ങളാണ്? മാനേജ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനാണ്, അല്ലാതെ അക്കാഡമിക് അല്ല? അതെ, അഡ്മിനിസ്ട്രേഷനാണ്. അക്കാഡമിക്കലി നമുക്ക് ഹെഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വൈസ് ചാൻസലർ ഉണ്ട്, പ്രോ വൈസ് ചാൻസലർ ഉണ്ട്. ഈ നമ്മുടെ കൊച്ചി ക്യാമ്പസിനുണ്ടോ? കൊച്ചി ക്യാമ്പസിനുണ്ട്. നമ്മുടെ ക്യുസാറ്റിയിൽ നിന്ന് മുൻ VC ആയിരുന്നു നമ്മുടെ ഡോക്ടർ ജയലതയാണ് നമ്മുടെ പ്രോ വൈസ് ചാൻസലർ. ഓക്കെ. അതെ. അതുപോലെ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ പ്രൊവൈൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ബേസിക്കലി ഇത് ജെയിൻ ആരുടെയാണ്? ഇതാരാണ് ഇതിന് ഓണർ? ജെയിൻ യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യുന്ന ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തൊരു ഗ്രൂപ്പാണ്. 1990 തുടങ്ങിയതാണ് JGI, ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് സ്ഥാപിച്ചത് ഡോക്ടർ ചേൻരാജ് റോയ്ചന്ദ് എന്ന് പറഞ്ഞ ഒരു വിഷണറി എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. അയാൾ കർണാടകക്കാരനാണ്. ബേസിക്കലി രാജസ്ഥാൻ ഒറിജിനാണ്. പക്ഷേ ബാംഗ്ലൂർ വർഷങ്ങളായിട്ട് ഒരു 45 വർഷം 50 വർഷമായിട്ട് ബാംഗ്ലൂർ തന്നെ താമസം. ജെയിൻ കമ്മ്യൂണിറ്റി പെട്ടാണോ? ജെയിൻ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഇതൊരു ജെയിൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടാണെങ്കിലും ഇതൊരു കമ്മ്യൂണിറ്റിയുടെ യൂണിവേഴ്സിറ്റി അല്ല. ഡോക്ടർ ചേൻരാജിൻ്റെ ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റ് ഓൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ ജെയിൻ ഗ്രൂപ്പിന് ഏകദേശം 85 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ 3 യൂണിവേഴ്സിറ്റികളുണ്ട്. ഒന്ന് ബാംഗ്ലൂരിലുള്ള ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, പിന്നെ നമുക്ക് ജാംഷഡ്പൂരിലൊരു അർക്ക ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ റായ്പൂരിൽ മാത്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ജെയിൻ പ്രൊമോട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. ഇത് മൂന്നും നമുക്ക് ഓപ്പറേഷനുള്ള യൂണിവേഴ്സിറ്റി. എന്താണ് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ല ഇതൊക്കെ? ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ? അതെ, ഇത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റിനോ ഗവൺമെൻറ് ഓൺ ചെയ്യുക. അതിൽ ജെയിൻ പ്രൈവറ്റ് വ്യക്തി ഓൺ ചെയ്യുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ ഗവേൺ ചെയ്യുന്നതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് UGC ഒരു നോഡൽ ഏജൻസിയാണ്. അതിന് മുകളിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളെ ഗവേൺ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വ്യക്തമായ ഒരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ അധികാരമൊന്നും അതിനകത്തില്ല. അതാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. സ്റ്റേറ്റ് പ്രൈവറ്റ്
സ്റ്റേറ്റിൻ്റെ ഒരു ലെജിസ്ലേഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ കേരളത്തിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തിടെ മാധ്യമങ്ങളിൽ കേട്ടു. പക്ഷേ മറ്റു പല സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. കർണാടകയിലുണ്ട്, തമിഴ്നാടുണ്ട്, അതുപോലെ പഞ്ചാബ്, ഹരിയാന, ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും ഉണ്ട്. അത് പ്രൈവറ്റ് ഓൺ ചെയ്യുന്നു. പക്ഷേ ഏത് ഗവൺമെൻറ് ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, ആ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേഷനാണ് ആ യൂണിവേഴ്സിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. വേറെ പിന്നെ അങ്ങനെ 3 തരത്തിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ജെയിൻ ഏത് കാറ്റഗറി പെടും? ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂരിലുള്ളത്. മറ്റ് 2 ജെയിൻ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഈ കൊച്ചി ക്യാമ്പസിലേതോ? കൊച്ചി ക്യാമ്പസ് ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് ക്യാമ്പസാണ് കൊച്ചിയിലുള്ളത്. അത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾക്ക് ബ്രാഞ്ച് ക്യാമ്പസ് തുടങ്ങാനുള്ള ചുമതല അല്ലെങ്കിൽ അതിനുള്ള വ്യക്തമായ നിയമമുണ്ട്. അതനുസരിച്ച് സ്ഥാപിതമായതാണ്. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു വാർത്തയെ കൂടുതൽ ഉറപ്പായിട്ടും അപ്പോൾ UGC പെർമിഷൻ ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, അതൊന്ന് വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്യുവാണെങ്കിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റികൾക്ക് ഓഫ് ക്യാമ്പസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ക്യാമ്പസ് തുടങ്ങാനുള്ള നിയമം പണ്ട് മുതലുണ്ട്. അങ്ങനെയാണ് അമൃത പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ ക്യാമ്പസ് തുടങ്ങിയത്. അല്ലെങ്കിൽ നരശ്രീ മോഹൻജി മുംബൈ ബേസ് യൂണിവേഴ്സിറ്റിയാണ്, അവർക്ക് ഇന്ത്യയിൽ 9 ക്യാമ്പസുകളുണ്ട്. പിന്നെ നിയമത്തിനൊരു ഭേദഗതി വരുന്നത് 2018 ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ എന്ന് പറയുന്ന റെഗുലേഷൻ സെൻട്രൽ ഗവൺമെൻറ് അന്ന് കൊണ്ടുവരുന്നു. ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1100 യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 1100 യൂണിവേഴ്സിറ്റികളിൽ 65 യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡഡ് ഓട്ടോണമി ഗ്രാൻറ്റ് ചെയ്തു. പല കാര്യങ്ങൾ ഫ്ലെക്സിബിലിറ്റി ഗ്രാൻറ്റ് ചെയ്യുവാണ്. അതിലൊന്നാണ് ക്യാമ്പസുകൾ. ഇപ്പോൾ അതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു 65 യൂണിവേഴ്സിറ്റികൾ. കാറ്റഗറി 1 എന്നും കാറ്റഗറി 2 എന്നും. ഈ കാറ്റഗറി 1 എന്ന് പറയുന്ന നാക്, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ്. ഈ നാക്കിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് A++ ഉള്ളവർക്ക് കാറ്റഗറി 1-ഉം A+ ഉള്ളവർക്ക് കാറ്റഗറി 2-നും അപ്ലൈ ചെയ്ത് 65 പേരെ ഗ്രേഡഡ് ഓട്ടോണമി ഗ്രാൻറ്റ് ചെയ്തതിലൊന്നാണ് ജെയിൻ. ജെയിൻ കാറ്റഗറി 2 ആയിരുന്നു അന്ന്, കാരണം അന്ന് ജെയിൻ A+ ആയിരുന്നു സ്കോർ. ഈ കാറ്റഗറി 1-ലുള്ളവർക്ക് 3 ക്യാമ്പസും കാറ്റഗറി 2-ലുള്ളവർക്ക് 2 ക്യാമ്പസും അവരുടെ ജൂറിഡിസ്ട്രിക്ഷന് പുറത്ത്, ഇപ്പം ജെയിൻ്റെ ജൂറിഡിസ്ട്രിക്ഷൻ ബാംഗ്ലൂരാണ്, അതിന് പുറത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും 2 ക്യാമ്പസുകൾ വിത്തൗട്ട് പ്രയർ അപ്രൂവൽ ഓഫ് UGC സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ അനുവദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ 2018 കേരളത്തിൽ വരുന്നു. കേരളത്തിൽ അന്നത്തെ നമ്മൾ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ ചീഫ് മിനിസ്റ്ററെ കാണുന്നു. നമ്മൾ ഈ ഒരു ക്യാമ്പസ് തുടങ്ങുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷനെ കുറിച്ച് കേരള ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകമായ ഒരു ഇൻസൈറ്റ് ഇല്ല. നമ്മൾ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 2019 ഈ UGCയുടെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷനുണ്ട്. ഈ ഡീം ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അമെൻമെൻറ്റ് വരുവാണ്. ഈ ഗ്രേഡഡ് ഓട്ടോണമി അനുസരിച്ചോ അല്ലെങ്കിൽ UGCയുടെ പ്രയോർ കൺസെൻറ്റ് ഇല്ലാതെ തുടങ്ങിയ ക്യാമ്പസുകൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നോട്ടിഫൈ ചെയ്യണമെന്ന ഒരു ഭേദഗതി നിയമത്തിൽ വരുന്നു. അങ്ങനെ 2019 തന്നെ ഞങ്ങൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നു. UGC ഒരു എക്സ്പെർട്ട് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 2019 ഡിസംബറിൽ ഈ എക്സ്പെർട്ട് കമ്മിറ്റി നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അന്ന് പഠിക്കുന്ന കുട്ടികളെ അടക്കം അവർ വിസിറ്റ് ചെയ്ത് ഒരു ഫേവറബിൾ ആയിട്ട് റെക്കമെൻഡേഷൻ മിനിസ്ട്രി ഓഫ് ഹയർ HRD ആണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്, HRDക്ക് കൊടുക്കുന്നു. 2020 മെയ് മാസത്തെ HRD ഈ UGCയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ജെയിൻ ഒരു ഓർഡർ, അതായത് നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പ്രോസസ്സ് ആരംഭിക്കും. അന്നാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ തുടങ്ങിയ ക്യാമ്പസുകൾ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ലാക്ക് ഓഫ് ലീഗൽ സാനിറ്റി അന്നത്തെ നിയമത്തിനില്ല. ആ ഒരു നിയമത്തിന് ഇങ്ങനെ തുടങ്ങിയ ക്യാമ്പസുകളെ ആ ഒരു ഗ്രൗണ്ടിലും ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഈ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അന്ന് സാജൻ ചേട്ടൻ വാർത്ത ചെയ്തിട്ടുണ്ട്, പല സോഷ്യൽ മീഡിയകളും അത് ഏറ്റുപിടിക്കുകയും, കാരണം കേരളം വളരെ സെൻസിറ്റീവ് സ്റ്റേറ്റാണ്. ഞങ്ങളെപ്പോലെ പല യൂണിവേഴ്സിറ്റികൾ ഇതുപോലെ ഓഫ് ക്യാമ്പസുകൾ ഈ റെഗുലേഷൻ അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നം വന്നിട്ടില്ല. കാരണം അവരൊരു തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ഇതിനെക്കുറിച്ച് ആൾക്കാർ ബോധേഡല്ല. അവരതുപോലെ തന്നെ അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. 2020 ഞങ്ങളുടെ പുതിയ അഡ്മിഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളിലുള്ള കുട്ടികൾ ഈ ഒരു പെർമിഷന്റെ പ്രശ്നം അവിടെ കിടപ്പുണ്ടായിരുന്നു. അല്ല, ഇതൊരു ക്ലാരിറ്റി ഇതിന് വന്നിട്ടില്ല. അപ്പം അതായത് ഇപ്പോൾ UGCയോട് ആരെങ്കിലും ചോദിക്കുവാണ് ജെയിൻ്റെ കൊച്ചിക്ക് ക്യാമ്പസിന് അനുവാദമുണ്ടെന്ന് RT ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അനുവാദം ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോടും ചോദിച്ചിരുന്നു. അതെ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി UGCക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു മറുപടിയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിനൊരു വ്യക്തമായൊരു ക്ലാരിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഭാഗം നമുക്കറിയാം. അത് നമുക്ക് എങ്ങനെ ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എത്തിക്കാൻ നമുക്കൊരു പിന്നീട് എങ്ങനെ പരിഹരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കേരള ഹൈക്കോടതിയിൽ പോകും. അതായത് അന്ന് അങ്ങനെയായിരുന്നു.
കേരളം വളരെ സെൻസിറ്റീവ് കാരണം ഇത് വിഷയമായി, മറ്റുള്ള ഒരു വിഷയമായില്ലേ ഉള്ളൂ. അതെ. പക്ഷെ നിങ്ങൾ എങ്ങനെ എന്നിട്ട് പെർമിഷൻ? ഞങ്ങളത് ഇനി കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഒരു റിട്ട് പെറ്റീഷൻ നമ്മൾ മൂവ് ചെയ്യുന്നു. കാരണം ഇതിൽ നിന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇത് പതുക്കെ നിയമം പുതിയ റെഗുലേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഇതൊക്കെ നോട്ടിഫൈ വരുമ്പോൾ വർഷങ്ങളോളം എടുക്കും. അപ്പോൾ ഞങ്ങൾ കേരള ഹൈക്കോടതി ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടൊരു ഡയറക്ഷൻ അന്ന് മിനിസ്ട്രിക്ക് കൊടുക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത് ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് അപ്രൂവ് ചെയ്യാനുള്ളൊരു റെഗുലേഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്ഷൻ കൊടുക്കുന്ന മിനിസ്ട്രിക്ക്, സെൻട്രൽ മിനിസ്ട്രിക്ക് സ്റ്റേറ്റിന് ഇതിനകത്ത് യാതൊരു റോളുമില്ല. സെൻട്രൽ മിനിസ്ട്രി അതനുസരിച്ച് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രമുഖരായ 3 എഡ്യൂക്കേഷനിസ്റ്റുകളുടെ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ കമ്മിറ്റി പുതിയ ഡീം ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷൻ, അതൊരു പഴയ റെഗുലേഷൻ അമെൻഡ് ചെയ്ത് 2023 ഈ റെഗുലേഷൻ പുറത്തു വരുന്നത്. 2 വർഷത്തോളം എടുത്ത് ഈ റെഗുലേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി. 20 മുതൽ പ്രശ്നമായിരുന്നു. 20 മുതൽ പ്രശ്നമായിരുന്നു. അപ്പോൾ 23 മെയ്യിൽ പുതിയ റെഗുലേഷൻ വരുന്നു. ഈ പുതിയ റെഗുലേഷൻ അനുസരിച്ച് ഈ ഒരു കാലയളവിൽ തുടങ്ങിയ ക്യാമ്പസുകൾക്ക് എക്സ് പോസ്റ്റ് ഫാക്ടോ അപ്രൂവൽ എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ അപ്രൂവൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ആ നിയമത്തിൽ വരികയും ജെയിന് ആദ്യത്തെ ഫേസിൽ തന്നെ ജെയിൻ്റെ ക്യാമ്പസിന് അഡ്മിഷൻ എടുത്തവർക്കും പഠനം തുടരാൻ പറ്റി. 2019 എടുത്തവർ പഠനം തുടർന്നുകൊണ്ടിരുന്നു. കാരണം നമ്മൾ UGC ഡിക്ലെയർ ചെയ്താണ് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളത്. കാരണം ഒരു അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ UGCയിൽ ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ ഓരോ സ്റ്റുഡൻറ്റിനും ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനും രജിസ്റ്റർ ചെയ്യണം. അവർക്ക് അവർ ഏൺ ചെയ്യുന്ന ക്രെഡിറ്റ് എല്ലാം ഇതിനകത്ത് ABC IDക്കകത്ത് കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റുഡൻസ് എല്ലാം UGC സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ 2019 സ്റ്റുഡൻസിനെല്ലാം ഡിഗ്രി അവാർഡ് ചെയ്തു. അവർ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പം ടെക്നിക്കലി ഉണ്ടായിരുന്ന തടസ്സം 2023 പൂർണ്ണമായും മാറി. ഇപ്പം നിങ്ങൾക്ക് ഓഫ് ക്യാമ്പസ് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് കേരളത്തിൽ തുടരാം. എത്രയിടത്ത് അനുവാദം? 3 ഇടത്തോ? അല്ല, ഇപ്പം ഗ്രേഡഡ് ഓട്ടോണമി റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് 2 ഓഫ് ക്യാമ്പസുകളാണ് തുടങ്ങാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ഓഫ് ക്യാമ്പസ് കൊച്ചി തുടങ്ങി കഴിഞ്ഞു. ഇനി അടുത്ത ഓഫ് ക്യാമ്പസ് തുടങ്ങിയാൽ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ പോകണം. പുതിയ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ നേരത്തെ ഒന്നുമില്ല മിനിസ്ട്രിയുടെ അപ്രൂവൽ മേടിക്കണം, അല്ലെങ്കിൽ ക്യാമ്പസ് തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അധികം ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് മേടിക്കണം. ഇപ്പം അങ്ങനെ വേറെ ഓഫ് ക്യാമ്പസ് ഇല്ല. ഇനിയിപ്പോൾ കൊച്ചിയിൽ മാത്രം തുടങ്ങിയിട്ടുള്ളൂ. ഇനി അടുത്ത വർഷം നമ്മൾ ഡൽഹിയിൽ അടുത്ത ഓഫ് ക്യാമ്പസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇപ്പം നിങ്ങളുടെ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൽ ഒരു ഫുൾ ടൈം അഡ്മിഷനാണോ, പാർട്ട് ടൈം അഡ്മിഷനാണോ, ഓൺലൈൻ അഡ്മിഷനാണോ? ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസ് ഓഫർ ചെയ്യുന്നത് എല്ലാം ഫുൾ ടൈം കോഴ്സുകളാണ്. ഫുൾ ടൈം പ്രോഗ്രാംസ് ആണ്. അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, PhD പ്രോഗ്രാംസ്, ഇതെല്ലാം ഫുൾ ടൈം പ്രോഗ്രാംസ് ആണ്. PhD നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? PhD ചെയ്യാൻ പറ്റും. വേണം. PhD ഒക്കെ വലിയ പാടുള്ള സാധനമല്ലേ? നമുക്ക് അതിനുള്ള റിസർച്ച് ഉള്ള ഗൈഡുകളും അല്ലെങ്കിൽ അതിനുള്ള ഇതെല്ലാം UGC അപ്രൂവ്ഡ് ആണ്. എല്ലാം UGC അപ്രൂവ്ഡ് ആണ്. UGC മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. UGC അപ്രൂവൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മളത് നമ്മുടെ ഒരു എന്താ പറയുക പറഞ്ഞ് UGC അപ്രൂവൽ. UGC ഒരു നോഡൽ ഏജൻസി മാത്രം. ഇത് മിനിസ്ട്രി പറയുന്ന കാര്യങ്ങൾ നോക്കി നടത്തുക അല്ലെങ്കിൽ അതിന് കോർഡിനേറ്റ്. UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ. മിനിസ്ട്രിയാണ് അപ്രൂവൽ കൊടുക്കുന്നത്. UGC അത് ഞാൻ പറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റത്തെ ചെക്ക് ചെയ്യും. എന്നിട്ട് അവർ ഇപ്പം ഞാൻ പറഞ്ഞിപ്പം ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പഠിച്ചിട്ടാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB എടുത്തത്. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ PG ചെയ്തിരുന്നു. പക്ഷേ ഞാൻ കേരള യൂണിവേഴ്സിറ്റി നാളുകൾക്ക് ശേഷം LLBക്ക് ജോയിൻ ചെയ്തപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേരള യൂണിവേഴ്സിറ്റി പഠിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ഞാൻ തെളിയിക്കണം. അപ്പോൾ ഒരുപാട് നൂലാമാലകളെല്ലാം പഠിച്ച കോളേജിലൊക്കെ പോയി എന്തൊക്കെ ചെയ്ത് നൂലാലകളുണ്ട്. പക്ഷേ അതേസമയം ഇംഗ്ലണ്ടിൽ ബ്രാഡ്ഫോർഡ് യൂണിവേഴ്സിറ്റി MBAക്ക് ചേർന്നിരുന്നു. ബ്രാഡ്ഫോർഡ് യൂണിവേഴ്സിറ്റി MBAക്ക് ചേർന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ അവരവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്തപ്പം മഹാത്മാ യൂണിവേഴ്സിറ്റി ഈ UGC ലിസ്റ്റിലുണ്ട്. അപ്പോൾ എന്നെ അപ്രൂവലായി. അപ്പം അങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ജെയിൻ ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇത് ഞാൻ പറയുന്ന അപ്രൂവൽ ഗ്രാൻഡ് ചെയ്യുന്ന മിനിസ്ട്രിയാണ്. UGC അത് ഡിസ്പ്ലേ ചെയ്യുന്നു, പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന. മിനിസ്ട്രി ഒരിക്കലും അത് മിനിസ്ട്രിയുടെ സൈറ്റിലൊന്നും ഡിസ്പ്ലേ കൊടുക്കുന്നില്ല. മിനിസ്ട്രി അത് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് UGCനെ ഇൻഫോം ചെയ്യുക ചെയ്യുന്നത്. അതാണ് UGCയുടെ ലിസ്റ്റിൽ ഓൾറെഡി ഉള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫ് ക്യാമ്പസിൽ നിന്ന് നിങ്ങളിത് പഠിച്ചാൽ അതിന് സെപ്പറേറ്റ് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഏതാ? ഓഫ് ക്യാമ്പസ് ആണെങ്കിലും മെയിൻ ക്യാമ്പസ്, ഹോം ക്യാമ്പസ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഒരെണ്ണേ ഉള്ളൂ. ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അതായത് ടീച്ചിങ് ലൊക്കേഷൻ ബാംഗ്ലൂർ ഒരു ടീച്ചിങ് ലൊക്കേഷനാണ്. അത് സർട്ടിഫിക്കറ്റിലില്ല. സർട്ടിഫിക്കറ്റ് ഇല്ല. കൊച്ചി ഒരു ടീച്ചിങ് ലൊക്കേഷനാണ്. ചില യൂണിവേഴ്സിറ്റികൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റികൾ ടീച്ചിങ് ലൊക്കേഷൻ, ടീച്ചിങ് ക്യാമ്പസ് മെൻഷൻ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഡൽഹി ക്യാമ്പസ് തുടങ്ങിയാൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ശരി. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഡിഗ്രി പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ഡിഗ്രി ഏത് കോഴ്സും ചേരാം.
ഉവ്വ. ഡിഗ്രി കഴിയുന്നുണ്ട് PG ഏത് കോഴ്സും ചെയ്യാം, നിങ്ങൾക്ക് ഉള്ളത്രയും കോഴ്സുകൾ ചേരാം. ഉവ്വ. അത് പഠിച്ച് പാസ്സായാൽ അതുമായി ബന്ധപ്പെട്ട് ജോലിയും കിട്ടും. ഇതിനൊന്നും ഒരു നിയമ തടസ്സമില്ല. അല്ല, നിയമ തടസ്സമില്ല. സർക്കാർ ഉദ്യോഗത്തിന് ഇത് അംഗീകരിക്കും. ഉറപ്പായിട്ടും UGCയുടെ ലിസ്റ്റിലുള്ള, അതായത് മിനിസ്ട്രി അപ്രൂവ് ചെയ്ത് UGCയുടെ ലിസ്റ്റിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ ഏത് സർക്കാരിൻ്റെയും PSC പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ UPSC എക്സാമിനോ എലിജിബിൾ ആണ്. അതിന് പ്രത്യേക അപ്രൂവലിൻ്റെ ആവശ്യമില്ല. ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം ഇത് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നഷ്ടപ്പെട്ട പണവും സമയമൊക്കെ ഉറപ്പായിട്ട്. കാരണം ഇത് ഗവേൺ ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു നിയമം അനുസരിച്ച് സ്ഥാപിതമായതാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ ലെജിസ്ലേഷനും അതിൻ്റെ കംപ്ലയൻസും ഇവിടുത്തെ ഓരോ സിറ്റിസനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന റെഗുലേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. കൊച്ചിയിലെ ക്യാമ്പസ് എവിടെയാണ്? കൊച്ചിയിലെ ക്യാമ്പസ് ഇൻഫോ പാർക്കിലാണ്. എന്തേരം സ്ഥലമുണ്ട്? നമുക്ക് 7.5 ഏക്കറാണ് ക്യാമ്പസ്, കൊച്ചിയിലെ ക്യാമ്പസ്. അതിനങ്ങനെ നിയമം വല്ലതും ഉണ്ട്, ഇത്ര ഏക്കർ വേണമെന്നുള്ള നിയമമുണ്ടോ? അല്ല, അങ്ങനെ ഒരു നിയമം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ ഓഫ് ക്യാമ്പസിനില്ല. ഇപ്പോൾ പറയുന്നത് നമ്മൾ എത്ര കുട്ടികളെ എടുക്കുന്നു ആ കുട്ടികൾക്ക് വേണ്ട ഫെസിലിറ്റി. ഇപ്പോൾ നമ്മുടെ ഒരു ക്യാമ്പസിൽ നമുക്ക് ഏകദേശം 6000 കുട്ടികളെ പഠിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൽ വ്യക്തമായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഗുലേഷൻ ഇപ്പോഴത്തെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷനകത്തില്ല. ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക്? ഇപ്പോൾ ഞങ്ങൾക്ക് ആരും പുതിയ അഡ്മിഷൻ എടുക്കുന്നേ ഉള്ളൂ. 2019 തുടങ്ങിയതേ ഉള്ളൂ. 2019 കുട്ടികൾ 1200 കുട്ടികളായിരുന്നു. അവർ പാസ് ഔട്ടായി. ഇനിയിപ്പോൾ പുതിയ 2024 അന്ന് മുതൽ നിങ്ങൾ എടുക്കുന്നില്ലായിരുന്നു? എടുക്കുന്നില്ല, ഈ കേസുള്ളത് കാരണം. ഈ ഒരു കൺഫ്യൂഷൻ ഉള്ള കാരണം. പക്ഷേ പരസ്യമൊക്കെ പിന്നെയും തുടർച്ചയായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അല്ല, ഞങ്ങൾ ബ്രാൻഡ് വളരെ ലൈവായിട്ട് കീപ്പ് ചെയ്തു. കാരണം ജെയിൻ ആ ബ്രാൻഡ് ആളുകളുടെ ഇടയിൽ നിന്ന് മാറാതെ നമ്മൾ ലൈവായിട്ട് കീപ്പ് ചെയ്തു. പിന്നെ നമ്മൾ റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ഫാക്കൽറ്റി ഇത്രയും ഏകദേശം ഒരു 65ഓളം ഫാക്കൽറ്റീസ് നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തു. അതുപോലെ ജെയിൻ ഓൺലൈൻ എന്ന് പറയുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് ഓൺലൈൻ പ്രൊവിഷനിൽ ടീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പരസ്യങ്ങൾ കണ്ടിരിക്കുന്നത് മെയിനായിട്ടും ജെയിൻ ഓൺലൈൻ്റെ ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡറാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഓൺലൈൻ അപ്രൂവലൊക്കെ ഉള്ളതാണ്. അതിന് അപ്രൂവലുണ്ട്. അതിന് 2021 ഓൺലൈൻ റെഗുലേഷൻസ് വരുന്നത്. ഓൺലൈൻ റെഗുലേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ 70 യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. ആ 70 യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ആദ്യം അപ്രൂവൽ കിട്ടിയ യൂണിവേഴ്സിറ്റികൾ അത് ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും വരുന്നത്. അതെ, അതിൻ്റെ മോഡ് ഓഫ് ഡെലിവറി ഓൺലൈൻ എന്ന് പറയും. വരും. അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് പറ്റത്തില്ല. ഓൺലൈനിൽ അലോ ചെയ്ത കോഴ്സുകൾ എന്ന് പറയുന്ന മാനേജ്മെന്റ് കോഴ്സുകൾ, ഇപ്പോൾ BBA, BCom, MBA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, MCA, BCA. അതെ. LLB ഒന്നും പറ്റത്തില്ല. LLB ഓൺലൈനിൽ ഇപ്പോൾ അലൗഡ് അല്ല. ഇപ്പം നിങ്ങളുടെ ക്യാമ്പസിൽ, കൊച്ചി ക്യാമ്പസിൽ ഏതെല്ലാം കോഴ്സുകളാണ്? കൊച്ചി ക്യാമ്പസിൽ നമുക്ക് 54 കോഴ്സുകളുണ്ട്. അതിൽ മെയിനായിട്ട് 5 സ്കൂളുകളിലായിട്ട്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അതിൽ നമുക്ക് BTech കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസിൽ AIML, കമ്പ്യൂട്ടർ സയൻസിൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ്. അതുകൂടാതെ സ്കൂൾ ഓഫ് സയൻസ് ഉണ്ട്. സ്കൂൾ ഓഫ് സയൻസിൽ നമുക്ക് BSc സൈക്കോളജി, ഫോറൻസിക് സയൻസ്, മറൈൻ സയൻസ്, ഡാറ്റ സയൻസ് കോഴ്സുകൾ. അതുപോലെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ, അത് നമ്മുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അതിനകത്ത് നമുക്ക് ജേർണലിസം ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, HR, എംപ്ലോയർ റിലേഷൻസ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, എക്കണോമിക്സ്. അതുപോലെ ഡിസൈൻ കോഴ്സുകൾ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ആനിമേഷൻ, VFX, ഗെയിം ആർട്ട് ഡിസൈൻ, UI UX ഡിസൈൻ, മീഡിയ സ്റ്റഡീസ്, അതുപോലെ ഫിലിം ആൻഡ് മീഡിയ, അങ്ങനെയുള്ള കോഴ്സുകൾ ആർട്സ് ആൻഡ് ഡിസൈനിലുണ്ട്. ഇതെല്ലാം ഡിഗ്രി. ഇതിലെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊവിഷൻസും ഉണ്ട്. ഇതിൽ ഒട്ടുമിക്ക കോഴ്സുകളുടെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊവിഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂൾ ഓഫ് കൊമേഴ്സിൽ നമ്മുടെ BCom പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതിൽ ACC അക്രഡിറ്റഡ് ആയിട്ടുള്ള BCom ഉണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ നമുക്ക് BBA, വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷൻസ്, അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ AI ഫോർ ബിസിനസ്. പിന്നെ നമ്മൾ കണ്ടുവരുന്നുള്ള HR മാർക്കറ്റിങ്ങിലുള്ള ഒരു എവർഗ്രീൻ BBA. പിന്നെ നമ്മുടെ MBA ഉണ്ട്. നമുക്ക് മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതും 3 സ്പെഷ്യലൈസേഷനാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, അത് ACC അക്രഡിറ്റ് ചെയ്ത MBA ആണ്. പിന്നെ നമുക്ക് MBA HR, ഫിനാൻസ് മാർക്കറ്റിംഗ്, MBA ഡാറ്റ സയൻസ്. ഇത്രയും കോഴ്സുകളാണ് നമുക്കുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നത് 54 കോഴ്സുകൾ കൊച്ചിയിൽ ഈ വർഷമുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഈ വർഷം നിങ്ങൾ എത്ര കുട്ടികളെ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഏകദേശം 1500 കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരസ്യമൊക്കെ ചെയ്തിട്ട് കിട്ടാൻ തുടങ്ങിയ കുട്ടികൾ വരാൻ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഫീസ് സ്ട്രക്ചർ ഞാൻ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? അതിന് മാനദണ്ഡം വല്ലതും ഉണ്ടോ ഫിക്സ് ചെയ്യാനായിട്ട്? ഫീസിന് യാതൊരു മാനദണ്ഡവും അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷനോ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലില്ല. കാരണം ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷൻ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഫീസ് ചാർജ് ചെയ്യാൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിക്ക് പറ്റും. അതുകൊണ്ടാണ് മിക്ക കോളേജുകളും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലേക്ക് പോകാൻ കാരണം പല യൂണിവേഴ്സിറ്റികളും ഫേസ് ചെയ്യുന്ന കാര്യം ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയാണ്. സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ രാജസ്ഥാനിലും മറ്റ് സ്റ്റേറ്റുകളിലും തുടങ്ങിയതെല്ലാം തന്നെ ക്ലോസിംഗ് ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്റ്റേറ്റ് റെഗുലേഷൻ കൊണ്ടുവരുന്നു, ഒരു ഫീസ് ഫിക്സ് ചെയ്യുന്നു. അതനുസരിച്ച് യൂണിവേഴ്സിറ്റികൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഫീസ് ചാർജ് ചെയ്യാൻ പറ്റി. നമ്മൾ കോമ്പറ്റീറ്റീവായിട്ടുള്ള, അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ടൊരു ഫീസും വളരെ കോമ്പറ്റീറ്റീവായിട്ട് കരിക്കുലവും ഓഫർ ചെയ്താൽ മാത്രമേ സ്റ്റുഡൻസ് നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് കോമ്പറ്റീറ്റീവായിട്ട് ഫീസ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഇപ്പം രാജഗിരി
അതെ, കളമശ്ശേരി അല്ലെങ്കിൽ അങ്ങനത്തെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്നേക്കാൾ ഫീസ് ഒരുപാട് കൂടുതലാവും. ഉറപ്പായിട്ടും കൂടുതലാണ്. കാരണം ഞങ്ങളുടെ ഒരു ആവറേജ് ഫീസ് വരുന്നത് ഓൺ ആൻ ആവറേജ് അപ്രോക്സിമേറ്റ്ലി 1.8 to 2 lakhs പെർ ആനം നമ്മുടെ ഏത് കോഴ്സുകൾക്കും വരും. നമ്മുടെ ഡിഗ്രി ആണെങ്കിലും വരുന്നത്. ഡിഗ്രി നമുക്ക് ബിടെക് ഒക്കെ വരുമ്പോൾ 2.5, 3 അടുത്ത് വരും. MBA ഞാൻ ചേരുക എന്ന് വെച്ചോളൂ. MBA നമ്മൾ എക്സ്പെൻസീവ് ആണ്. നമ്മൾ 9 lakhs ആണ് നമ്മുടെ MBA ഫീസ് ഒരു 2 വർഷത്തേക്ക്. ബാംഗ്ലൂർ നമ്മുടെ ജെയിനിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന 15 lakhs പ്രോഗ്രാം നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ 9 lakhs ഓഫർ ചെയ്യുന്നു. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഫീസുള്ള MBA പ്രോഗ്രാമാണ്. നമുക്ക് കോളേജുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് കുറച്ചും കൂടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കോളേജിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കോളേജിൽ അവർ അഫിലിയേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ഓട്ടോണമി ഗ്രാൻഡ് ചെയ്താലും അവർ അഫിലിയേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ പറയുന്നതിനപ്പുറം ഒരു സിലബസ് കൊണ്ടുവരാനോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാനോ കോളേജുകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെ ആ റെസ്ട്രിക്ഷൻ യൂണിവേഴ്സിറ്റികൾക്കില്ല. ട്രഡീഷണൽ കോഴ്സുകളുണ്ടോ? ട്രഡീഷണൽ കോഴ്സുകളുണ്ട്. നമ്മുടെ BA കോഴ്സുകൾ എക്കണോമിക്സ് ഉണ്ട്, അല്ലെങ്കിൽ BA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. പിള്ളേരെ കിട്ടുമോ? അതിന് പിള്ളേരുണ്ട്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ കോഴ്സ്. ഈ കോഴ്സ് നെയിം ട്രഡീഷണൽ ആണെങ്കിലും നമ്മുടെ അപ്രോച്ചും നമ്മൾ ആ സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും നമ്മുടെ ഫാക്കൽറ്റിയും വളരെ ഇന്നോവേറ്റീവും വളരെ മോസ്റ്റ് മോഡേണുമാണ്. അപ്പോൾ കോഴ്സ് നെയിം നമുക്ക് തോന്നുമ്പോൾ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BA HR അല്ലെങ്കിൽ BA അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് ടൈറ്റിൽ ട്രഡീഷണൽ ആയിരിക്കും. ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് ഏതാണ്? ഏറ്റവും ഡിമാൻഡ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT പ്രോഗ്രാംസിനാണ്. അത് BTechനും BCAക്കും BSc കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ BSc ഡാറ്റ സയൻസ്, ഇതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. എന്തുകൊണ്ട് നിങ്ങൾ AI പോലുള്ള ഉണ്ട്. നമുക്ക് AI ആൻഡ് മെഷീൻ ലേണിംഗ് നമുക്ക് BTechലുണ്ട്, BCAയിലുണ്ട്, MCAയിലും ഉണ്ട്. എന്തുകൊണ്ട് AIക്ക് മാത്രം ഒരു ഡിഗ്രി തുടങ്ങുന്നില്ല? AIക്ക് വേണ്ടി മാത്രം ഡിഗ്രിയാണ്. നമ്മൾ BTech കമ്പ്യൂട്ടർ സയൻസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഓറിയൻറ്റഡ് ഉള്ള ഡിഗ്രിയാണത്. ഉണ്ട്. അതിൻ്റെ സാധ്യത നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല? ഉറപ്പായിട്ടും. അപ്പം ഞാൻ എൻ്റെ ചെറുക്കനെ AI ടെക്നോളജി പഠിപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അപ്പം ഞാനന്ന് ഇന്ത്യയിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ചെടുത്ത് മാത്രമേ AI എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഞാൻ അവനെ അങ്ങനെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ലെസ്റ്ററിൽ ഡീമോൺഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. അവനെ BSc AI ടെക്നോളജി. അത് നമ്മുടെ BSc എന്നൊരു ടൈറ്റിൽ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും BCA ഇന്ത്യയിൽ ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BTech ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി AI ആൻഡ് മെഷീൻ ലേണിംഗ് നമുക്കുണ്ട്. ജെയിൻ എപ്പോഴും ടെക്നോളജിയുടെ നല്ല അഡ്വക്കേറ്റ്. ടെക്നോളജി എന്ത് മാറ്റങ്ങൾ വന്നാലും അത് സിലബസിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വെരി നെക്സ്റ്റ് ഡേ സിലബസിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ കൊണ്ടുവരിക എന്നുള്ള അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളപ്പോൾ ഉണ്ട്. എൻ്റെ ചോദ്യം ഇപ്പം ഒന്നിട്ട് ചെറിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞ തൊഴിൽ സാധ്യത ധാരാളമുള്ള കോഴ്സുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഈ മൈനിങ് മേഖലയിൽ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അതിനെ പറ്റിയ കോഴ്സുകളില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ എങ്ങനെയെങ്കിലും അവന് 19 വയസ്സായി. അപ്പം ജോലിയൊക്കെ പോയി കോവിഡ് കഴിഞ്ഞ് വന്നാണ് തിരിച്ചെങ്ങനെയെങ്കിലും ജോലി കയറണം. പക്ഷേ ഈ ഗ്യാപ്പ് വന്ന കാരണം ജോലി കിട്ടുന്നില്ല. നല്ല ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം ഞാൻ നമ്മുടെ ക്രൗൺ പ്ലാസയിലെ ബ്രാഞ്ചാനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അങ്ങ് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് എന്തെങ്കിലും സാറിന്. പുള്ളി ഈ മൈനിങ് മേഖലയിൽ എന്ത് ഹെൽത്ത്, പക്ഷേ ഇത് അതുണ്ടെങ്കിൽ കിട്ടും ഉറപ്പായിട്ടും. എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അങ്ങനെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ എന്തുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്നില്ല? അല്ല, നമ്മൾ കൊടുക്കുന്ന എല്ലാ കോഴ്സുകളും നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എംപ്ലോയറുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്. ഇപ്പോൾ നമ്മളൊരു വളരെ റെലവൻ്റ് ആയിട്ട് റിപ്പോർട്ടുണ്ട്. മെക്കൻസി 2013 പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെൻറ്റ് എന്നാണ്. കാരണം എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാജുവേറ്റ്സ് അന്ന് നമ്മൾ അണ്ടർ എംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അന്ന് മെക്കൻസി പറയുന്ന 70 മില്യൺ ജോബ്സ് ആണ് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എംപ്ലോയറെ വേണ്ട ഒരു പ്രൊഡക്റ്റ്, ഫിനിഷ് പ്രൊഡക്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റികളും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ അപ്പോൾ ജെയിൻ ഓരോ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ ഔട്ട്കം എന്താണ് എംപ്ലോയർ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് അവരുടെ ജോബ് റോൾ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പിസ്സ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ആ പിസ്സ ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ലായിരിക്കും ഷാൻജൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആ പിസ്സയിലെ ടോപ്പിങ്സ് എന്താണ് എംപ്ലോയറിന് വേണ്ട ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ജെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മൈനിങ്ങിൻ്റെ കോഴ്സ് നമ്മൾ അടുത്ത വർഷം ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് മൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വർഷം നമുക്ക് മറൈൻ സയൻസ് നമ്മുടെ കോഴ്സ് ഉണ്ട്. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ബാച്ചിലർ കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല. ഇപ്പോൾ കേരളത്തിൽ കൊഫോസിൽ ഒരു കോഴ്സ് MSc ഉണ്ട്. അതല്ലാതെ ഒരു അണ്ടർഗ്രാജുവേറ്റ് എനിക്ക് തോന്നുന്നില്ല. പല ട്രഡീഷണൽ കോഴ്സുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹോട്ടൽ ആൻഡ് മാനേജ്മെന്റ്, ഇങ്ങനെ കുറേ ട്രഡീഷണൽ കോഴ്സുകൾ കുറേ ആളുകൾ പോവാണ്. പക്ഷേ ഇവനൊന്നും ഇത് കഴിഞ്ഞ ഒരു പണി അറിയത്തില്ല. ഈ ഹോട്ടൽ മാനേജ്മെന്റ് പോകുമ്പോൾ ആളുകൾ ഏത് വേണമെന്ന് ചോദിക്കും. ഉടനെ ആളുകൾ പറയും സർവീസ് അല്ലെ ഫ്രണ്ട് ഓഫീസ്. ഒരു ഗുണവും ജീവിതത്തിലുണ്ടാവില്ല. ഷെഫാവുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഗുണം ഉറപ്പായിട്ട്. പക്ഷെ അങ്ങനെ ഈ പിള്ളേരുടെ തലമുറ നശിച്ചു പോകുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. കാരണം എനിക്ക് ഇപ്പോഴും ധൈര്യമുള്ള സത്യസന്ധരായ
പണിയെടുക്കാൻ അറിയാം, അതൊരു 25 പേരെ ജോലിക്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് മീഡിയ ജേർണലിസം, ഞങ്ങളുടെ മീഡിയ ജേർണലിസം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ വളരെ മിടുക്കരായ കുട്ടികൾ. നമ്മളിപ്പോൾ അതിനകത്ത് നമ്മുടെ ആ ഡേ 1 മുതൽ നമ്മൾ ഇൻഡസ്ട്രി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പല മീഡിയ, നമ്മൾ ആദ്യത്തെ ബാച്ച് എടുത്തപ്പോൾ പല മീഡിയ ഹൗസസുമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് അവർ ഡേ 1 മുതൽ അവർക്കൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് പോലെ അവരെ ഇൻഡസ്ട്രി ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്ത്. അത് എല്ലാ കോഴ്സുകളും ആ ഒരു മോഡലാണ്. ഇപ്പോൾ ഫോറൻസിക് സയൻസ് നമ്മൾ ബാംഗ്ലൂർ നമ്മൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ കർണാടക സ്റ്റേറ്റ് പോലീസുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഫോറൻസിക് സയൻസ് ലോഞ്ച് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോറൻസിക് സയൻസ് ലോഞ്ച് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് ഗുജറാത്തി വരെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകളും, ഇതിപ്പം ഈ മീഡിയ ആൻഡ് ജേർണലിസം മാത്രമല്ല, എല്ലാ കോഴ്സുകളും ആ എംപ്ലോയർ ഇൻ്റഗ്രേഷൻ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു മേഖലയിലും ടാലൻ്റ് ഉള്ള പിള്ളേരില്ലെന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു വീട്ടിലൊരു ജോലി ചെയ്യുന്നവർക്കും ടാലൻ്റ് ഇല്ല, ഹോട്ടലിൽ പണിയെടുക്കുന്ന ടാലൻ്റ് ഇല്ല, ആർക്കും നല്ല ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ആർക്കും അത് കിട്ടിയിട്ടില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. നമ്മൾ കുറേ കാര്യങ്ങളങ്ങ് പഠിപ്പിക്കും, അതിനൊരു ഡെപ്തിലേക്ക് പഠിപ്പിക്കാൻ. ഇപ്പം ചെരുപ്പ് കുത്തണവൻ നന്നായിട്ട് ചെരുപ്പ് കുത്താൻ പഠിക്കും. ഞാൻ എല്ലാവരോടും പറയുന്നത് എന്തെങ്കിലും ഒരു പണി പഠിക്കേ. അപ്പോൾ അത് ഡെപ്തിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വല്ലതും ഉണ്ടോ? അതോ നിങ്ങൾ വെറുതെ ഇങ്ങനെ കോഴ്സ് പേര്, ഞാൻ നിങ്ങളുടെ കോഴ്സിൻ്റെ പേര് പലതും കേട്ടിട്ട് ട്രഡീഷണൽ പേരുകളാണ്. അല്ല, ട്രഡീഷണൽ പേര് പറഞ്ഞാൽ ഈ പേരുകൾ എന്ന് പറയുന്നത് ടൈറ്റിൽ BCom BA BSc എന്നല്ലാതെ വേറൊരു ടൈറ്റിൽ ഇന്ത്യയിൽ ഗ്രാൻഡ് ചെയ്യാൻ ഗവൺമെൻറ് പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ഇന്നോവേഷൻ കൊണ്ടുവരിക? ഇപ്പോൾ MBAക്കകത്ത് AI ഫോർ ബിസിനസ്, AI എങ്ങനെ ബിസിനസ്സിന് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റി, ഒരു B സ്കൂളുകളും, എനിക്ക് തോന്നുന്ന IIMs പോലും വളരെ റീസെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ISBയിലുണ്ട്. അതുപോലെ BA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ ആണ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളത്. അപ്പോൾ നമ്മൾ വളരെ ഇന്നോവേറ്റീവായിട്ട് ഇത് നമ്മൾക്ക് കിട്ടിയ ഫ്ലെക്സിബിലിറ്റി, ആസ് എ യൂണിവേഴ്സിറ്റി നമുക്ക് എന്തൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഈ ആരോഗ്യ മേഖലയിലെ കോഴ്സുകളിലേക്ക് പോകുന്നില്ല? ആരോഗ്യ മേഖല നമുക്ക് സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ് നമുക്കുണ്ട്. ബാംഗ്ലൂരാണ് ഇപ്പോൾ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ്. കൊച്ചിയിൽ നമ്മൾ ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകൾ, വൊക്കേഷണൽ കോഴ്സുകളുണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സുകളുണ്ട്. അതുകൊണ്ട് നേഴ്സിംഗ് പറ്റുന്നില്ല. നഴ്സിംഗ് ഞങ്ങൾക്ക് ബാംഗ്ലൂരുണ്ട്. ഞങ്ങൾ കേരളത്തിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. ഫേസ് ബൈ ഫേസ് അപ്രോച്ചാണ് നമ്മൾ കേരളത്തിൽ എടുത്തിരിക്കുന്നത്. ഇപ്പം എടുത്തിരിക്കുന്ന നമ്മൾ അപ്രോച്ച് എന്ന് പറയും 4 സ്കൂളുകൾ 5 സ്കൂളുകളിൽ. ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് എത്ര ഫീസ്? നഴ്സിംഗിന് നമുക്കൊരു വർഷം അപ്രോക്സിമേറ്റ്ലി 2.5 lakhs ഫീസ്. ഒരു വർഷം? ഒരു വർഷം. അപ്പോൾ ഇത് എത്ര? 4 കൊല്ലം? 4 കൊല്ലം 10 ലക്ഷം രൂപ ഫീസ് വരും. INCയുടെ അപ്രൂവൽ ഉണ്ട്. അതെ അതെ. കർണാടകയുടെ നേഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ, KNC അപ്രൂവൽ ഉണ്ട്. അത്രയും ഫീസാവും. അതെ. കേരളത്തിൽ തുടങ്ങിയാൽ ഏകദേശം അത്ര ആവുമോ? കേരളത്തിൽ നമ്മുടെ ഫീസ് എന്ന് പറയും, നമ്മുടെ ഒരു കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫീസ് ഫിക്സ് ചെയ്യുന്നത്. കേരളത്തിലെ ഫീസ് ഇപ്പം നമ്മുടെ BTech AIML നമ്മൾ 25 lakhs ആണ് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ഫീസ്. ഇപ്പം നമ്മൾ കൊച്ചിയിൽ അത് 10 lakhs വരും 4 വർഷം പഠിച്ചാൽ. അങ്ങനെ അപ്പോൾ അത്രയും ആളെ കിട്ടുമോ? ആളെ കിട്ടുന്നുണ്ട്. 25 lakhs നമ്മുടെ ആകെ 120 സീറ്റാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 1500 1600 ആപ്ലിക്കേഷൻസ് ഈ 120 സീറ്റിന് വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കൂട്ടിക്കൂടെ സീറ്റ്? നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7000 കുട്ടികളെയാണ് ഞങ്ങൾ ബാംഗ്ലൂർ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പം നഴ്സിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നഴ്സിംഗ് ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം, 2 വർഷം ഞങ്ങൾ തുടങ്ങാതെ വെച്ചിരിക്കുകയാണ്. കാരണം പല കോഴ്സുകൾ നമുക്ക് ഫാർമസി ഞങ്ങൾ 2 years നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റേർണൽ പോളിസി എന്ന് പറയുന്ന അതിൻ്റെ ക്വാളിറ്റി അഷ്യൂറൻസ്. കാരണം നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗവേൺ ചെയ്യുന്നൊരു ഇതുണ്ട്, NAAC എന്ന് പറയും, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നമുക്ക് തോന്നിയ പോലെ ഒരു കോഴ്സ് നാളെ തുടങ്ങാം മറ്റന്നാൾ തുടങ്ങുക എന്ന് പറയാൻ അതിന് വ്യക്തമായ റാഷണൽ വേണം. എന്തുകൊണ്ടാണ് കോഴ്സ് തുടങ്ങുന്നു, അതിനുള്ള ഫെസിലിറ്റി നമുക്കുണ്ടോ, ഇതെല്ലാം നമ്മൾ ഇൻറ്റേർണലി പ്രൂവ് ചെയ്ത് കോമ്പറ്റൻ്റായി മാത്രമേ NAACൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. NAAC സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ 3.72 ആണ് ഔട്ട് ഓഫ് 4. ഈ 3.72 എന്ന് പറയുന്ന സ്കോർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 NAAC സ്കോറുകളിലൊന്നാണ്. അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട് ആ സ്റ്റുഡൻസിനെ ഇപ്പോൾ 120 കുട്ടികൾ നമ്മൾ എടുക്കുന്നുള്ളൂ, അതിനപ്പുറം ഒരു കുട്ടികൾ നമ്മൾ എടുക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മാസ് എഡ്യൂക്കേഷനും ക്ലാസ് എഡ്യൂക്കേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ചില കോഴ്സുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്ലാസ് എഡ്യൂക്കേഷനാണ്, ചില കോഴ്സുകൾ നമ്മൾ മാസ് എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പോൾ ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ കോഴ്സുകളുണ്ട് ഹെൽത്ത് സയൻസിൽ. നമ്മൾ പല പാർട്ട്നേഴ്സുമായിട്ട്, അപ്പോളോ ആയിട്ടോ അല്ലെങ്കിൽ പല ഹോസ്പിറ്റൽസുമായിട്ട് പാർട്ണറൈസ് ചെയ്യുന്നുണ്ട്. അതൊരു മാസമായിട്ട് നമ്മൾ സ്കില്ല് ചെയ്യുക. അത് ഞങ്ങളുടെ ഓൺലൈൻ പ്രൊവിഷൻ. ഞങ്ങൾക്ക് 40,000 കുട്ടികൾ ഓൺലൈനിൽ BCom BBA BCA MCA ഒക്കെ പഠിക്കുന്നുണ്ട്. AIML എല്ലാം അതിനകത്തുണ്ട്. അതൊരു മാസ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് ഓരോ ഓഫറിങ്സും എങ്ങനെ ഓഫർ ചെയ്യണം, അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മൾ പറയുന്ന റെസ്ട്രിക്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ്, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് വ്യക്തമായൊരു ഗൈഡ് ലൈൻ ഇൻറ്റേർണലി നമ്മൾ
നമ്മൾ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോമുലേറ്റ് ചെയ്തനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻ എത്ര കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ഇൻറ്റേർണലി നമ്മുടെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉണ്ടോ എന്ന് എൻഷുർ ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത്. ഈ നഴ്സിംഗ് മലയാളികൾക്ക് ഏറ്റവും അധികം തൊഴിലുണ്ടാക്കുന്നൊരു മേഖല. ഞാൻ എന്നെ ബന്ധപ്പെടുന്നതോടൊക്കെ ഞാൻ പറയുന്നത്, എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ നഴ്സിംഗ് പഠിക്കൂ, ഒരിക്കലും തൊഴിലില്ലാതെ വരത്തില്ല. ഉറപ്പായിട്ടും. അപ്പം നിങ്ങൾക്ക് നഴ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, കേരളത്തിലും ക്യാമ്പസ് നഴ്സിംഗ് തുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായവും നിർദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കുട്ടികൾ പലരും നഴ്സിംഗ് പഠിച്ച് പാസ്സായി പിന്നെ അവർ IELTS OETക്ക് പോകുന്നു, അത് കിട്ടാതെ വിഷമെടുക്കുന്നു, പിന്നെ അവർ കയറായിട്ട് വരുന്നു, ഇവിടെ വന്ന് നരകിക്കുന്നു, പിന്നെ അവർ ഓസ്കി ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ ഈ IELTS OET അല്ലെങ്കിൽ അത്ര ഇംഗ്ലീഷ് യോഗ്യത കൂടി നഴ്സിംഗ് പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന തരത്തിൽ നിങ്ങൾക്ക് കോഴ്സ് ചെയ്തുകൂടെ? ഉറപ്പായിട്ട്. നമ്മൾ ഇംഗ്ലീഷ് മാത്രമല്ല ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. നമ്മൾ നഴ്സിംഗിന് ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷിലാണ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പല യൂണിവേഴ്സിറ്റികളും. അല്ല, ഞാൻ അത് കഴിഞ്ഞ് പിള്ളേർക്ക് IELTS OET എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. IELTSഉം OETയും അവർ അതിൻ്റെ എല്ലാ സ്കിൽസും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കോമ്പിറ്റൻസി പിള്ളേർ കോഴ്സ് കഴിയുമ്പോൾ തന്നെ എഴുതാൻ പറ്റും. IELTS OETയും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ബാംഗ്ലൂർ നമ്മൾക്ക് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ജാംഷഡ്പൂർ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് നഴ്സിംഗ് സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിനകത്ത് നഴ്സിംഗിൻ്റെ ഒരു IELTS OETക്കും പുറമെ ഇപ്പം നമുക്ക് പറയാം, ഇവിടെ നഴ്സായിട്ട് വരണമെങ്കിൽ UK ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാം എഴുതണം. അതായത് IELTS OET പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഓസ്കിയും പിൻ നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ IELTSഉം OET എന്ന് പറയും ഇങ്ങോട്ട് വരാനുള്ള ഒരു എൻട്രി പാസ് മാത്രം. ഇവിടെ വന്ന് 9 മാസം കൊണ്ട് ഓസ്കി എഴുതുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു നഴ്സിംഗ് സ്കൂളുകളും അല്ലെങ്കിൽ നഴ്സിംഗ് കരിക്കുലം ഓസ്കിയുടെ അല്ലെങ്കിൽ കോമ്പിറ്റൻസികൾ കവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഓസ്കി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നഴ്സിംഗിൻ്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നഴ്സിന്, അതായത് നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിക്ക് ലാംഗ്വേജ് സ്കില്ല് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് UK ഓസ്കി എന്ന് പറയുന്ന ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് കോമ്പിറ്റൻസി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലി അതിൻ്റെ കോമ്പിറ്റൻസികളെല്ലാം ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. അത് പല രാജ്യങ്ങളും പല പേരുകൾ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മുടെ കരിക്കുലത്തിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്. അപ്പോൾ ഓസ്കി ലാബ് തന്നെ, നമുക്ക് ഓസ്കിയുടെ സിമുലേഷൻസ് എന്ന് പറയും, പലതരം ഓസ്കിയുടെ ടെസ്റ്റുകളുണ്ട്, പല സിമുലേഷൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനുള്ള ലാബ് വരെ ഓസ്കി ലാബ് വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നേഴ്സിംഗ് കുട്ടികൾ പഠിച്ചാൽ അവർക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടുന്ന ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉറപ്പാണ്. നഴ്സിംഗ് മാത്രമല്ല, നമ്മുടെ എല്ലാ കോഴ്സുകളും, ഏത് കോഴ്സ് പഠിച്ചാലും അവരെ എംപ്ലോയബിൾ ആക്കുക എന്നുള്ളത് അത് യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നഴ്സിംഗിന് കോഴ്സുകൾ ഓരോ പ്രാവശ്യവും ഓരോ കാലഘട്ടത്തനുസരിച്ച്, ഡിമാൻഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ടെക്നോളജിയുടെ ട്രെൻഡ് അനുസരിച്ച് പല കോഴ്സുകളും ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും, കൂടുതൽ റിക്വയർമെൻറ്റ് വരാം, ചില കോഴ്സുകൾക്ക് റിക്വയർമെൻറ്റ് കുറഞ്ഞു പോകാം. പക്ഷേ ഏത് കോഴ്സ് ഓഫർ ചെയ്താലും അവരെ എംപ്ലോയബിൾ ആക്കുക എന്നുള്ളത് ആസ് എ യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. ജേർണലിസം ഒക്കെ അങ്ങനെ തന്നെ നിങ്ങൾ തൊഴിൽ അധിഷ്ഠിതമായി തന്നെ? ഉറപ്പായിട്ടും. നമ്മൾ വളരെ വൈബ്രൻ്റ് ആയിട്ട് ക്യാമ്പസസ്, ഈ എഡ്യൂക്കേഷനെ കുറിച്ച് ഞങ്ങളുടെ ഒരു ഡെഫിനിഷൻ തന്നെ, അപ്പം ഒരു അറിവ് നേടാൻ വേണ്ടി ഒരിക്കലും ഒരു ക്യാമ്പസിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം എനിക്കോ ഷാൻ ചേട്ടനും അറിയാം, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിവൈസിലുണ്ട്. നമുക്ക് ഒരു ടീച്ചറിനേക്കാളും നല്ല സ്റ്റുഡൻസ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ജോബ് ഇന്ന് ടീച്ചറിൻ്റെ ജോബാണ്. കാരണം സ്റ്റുഡൻസിന് അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങളും ടീച്ചേഴ്സിന് അറിയായിരിക്കും. അപ്പോൾ നോളജ് നേടുന്നതിനുപരിയായിട്ട് യൂണിവേഴ്സിറ്റിയുടെ റോള് നമ്മൾ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് പുതിയ ലോകത്തിന് വേണ്ട പുതിയ സ്കിൽ സെറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് പഠിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് കോൺഫിഡൻറ്റോടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ. ഈ നിങ്ങൾ ഇന്ന് 2020 ക്യാമ്പസ് കേരളത്തിൽ കൊച്ചിയിൽ ആരംഭിക്കുന്ന? ആദ്യം 18 ആരംഭിച്ച് 19 അത് കഴിഞ്ഞ് തുടർന്നേ ഇല്ല. പിന്നെ ഞങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത ആദ്യത്തെ ബാച്ചിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് പൂർത്തിയാക്കി. അതിനുശേഷം നമ്മൾ എടുത്തില്ല, സ്റ്റുഡൻസിനെ എടുത്തില്ല. വലിയ നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ 4-5 കൊല്ലം അവിടെ. ഉറപ്പായിട്ടും നമ്മളൊരു കേരളത്തിലൊരു 130ഓളം കോടി രൂപ നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗുണം കിട്ടിയില്ലായിരുന്നു, ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ കോസും ഒരു നോബൽ കോസും കൂടെയുണ്ട്. അതെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് പറയുമ്പോൾ സുഖമായിരിക്കട്ടെ, കുഴപ്പമില്ല, സംബന്ധിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഈ നോബൽ കോസിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്ന ഓർത്തിട്ട് വളരെ സന്തോഷം, അഭിമാനമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഈ പുതിയ ഈ എല്ലാ നിയമ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് നിങ്ങൾ വരുമ്പോൾ കേരളത്തിൽ നിങ്ങൾ വലിയ തോതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം? ഉറപ്പായിട്ടും. കാരണം നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന, ഞാൻ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ നമ്മുടെ ഡെഫിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിലോസഫി, നമ്മളൊരു ട്രഡീഷണലായിട്ട് ഇവിടെ കണ്ടുവരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മളിവിടെ പല കോളേജുകളും, ഷാജിയുടെ മുമ്പ് സൂചിപ്പിച്ച പല കോളേജുകളും ട്രഡീഷണലായിട്ട് എഡ്യൂക്കേഷൻ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെങ്ങനെ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ അപ്രോച്ച് എഡ്യൂക്കേഷനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ
അല്ലെങ്കിൽ പുതിയൊരു എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. നമ്മുടെ ടാഗ്ലൈൻ തന്നെ ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ എന്നാണ്. ജെയിൻ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച്, ഒരു നോയ്സ് എന്ന് പറയുന്ന അതൊരു വ്യത്യസ്തമായ ചേഞ്ചാണ്. ആ ചേഞ്ച് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചേഞ്ചാണ്. അത് ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സിലും നമ്മുടെ അപ്രോച്ചിലും നമ്മുടെ പെഡഗോഗിയിലും ആ ചേഞ്ച് റിഫ്ലക്റ്റഡ് ആവും. ഈ പുതിയ കോഴ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിൽ? എങ്ങനെ കേരളത്തിൻ്റെ വളർച്ച എങ്ങനെ നിങ്ങളുടെ ഒരു സ്പ്രെഡ് ചെയ്യാൻ എങ്ങനെ? കേരളത്തിൽ നമുക്കിപ്പം ഇൻഫോ പാർക്കിലെ ക്യാമ്പസ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റും കൊമേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സയൻസിൽ നമ്മൾ എല്ലാ കോഴ്സുകളും ചെയ്യുന്നിട്ടില്ല. പക്ഷേ വളരെ ഫോക്കസ്ഡ് സൈക്കോളജി പോലുള്ള കോഴ്സുകൾ, ഡാറ്റാ സയൻസ് അങ്ങനെയുള്ള കോഴ്സുകൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ വേറെ ഒരു ക്യാമ്പസ് കൊച്ചിയിൽ തന്നെ വളരെ അടുത്ത് വളരെ കുറച്ചും കൂടി വിപുലമായൊരു ക്യാമ്പസ്, ഏകദേശം 10,000 കുട്ടികൾ പഠിക്കാനുള്ള ക്യാമ്പസ് ഒരു 5 വർഷത്തിനുള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അതെ, കോഴിക്കോട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് കേരളത്തിൽ വരുവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത അസംബ്ലിയിൽ അത് പ്രസൻറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വരുവാണെങ്കിൽ കേരളത്തിലൊരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ജെയിൻ ആസ് എ ഇൻഡിപെൻഡൻറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒന്ന് കാലിക്കറ്റോ കണ്ണൂരോ മലപ്പുറം, ഈ 3 ജില്ലകളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും ഈ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് മലപ്പുറം ആയിരിക്കും കൂടുതൽ നല്ലത് ഉറപ്പായിട്ടും. കാരണം അവിടെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം പുതുമയ്ക്കുള്ള ഒരു മാർക്കറ്റ്. ഉറപ്പായിട്ടും ഒരു അക്സെപ്റ്റൻസ് കൂടുതലും കൂടുതൽ തീർച്ചയായിട്ടും അതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ആശംസ നൽകുന്നെങ്കിലും എനിക്ക് നിങ്ങളുടെ ഈ ജേർണി അറിയാൻ കൂടുതൽ താല്പര്യം പ്രേക്ഷകർക്കുണ്ടാവും. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു തൊടുമ്പുഴ വാഴക്കുളംകാരനാണെന്ന് അറിയാം. നമുക്ക് പൈനാപ്പിളിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? കൃഷിക്കാരാണോ അതോ? അതെ, ഉറപ്പായിട്ടും. എൻ്റെ അച്ഛൻ പൈനാപ്പിൾ പ്ലാന്ററായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചത് തൊടുപുഴയാണ്. തൊടുപുഴ തന്നെ സ്കൂളിൽ എന്നെ +2 എനിക്ക് സ്റ്റേറ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി +2 സ്റ്റേറ്റ് റാങ്ക് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് റാങ്ക്. അപ്പോൾ മോശക്കാരനല്ല. അതുപോലെ തന്നെ ഞാൻ ബാലസഖ്യത്തിലും സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട്, മനോരമയുടെ ബാലജനസഖ്യത്തിൻ്റെ ദീപിക ബാലജനസഖ്യത്തിൽ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു ഞാൻ പഠിച്ച സ്കൂൾ സമയത്ത്. അതിനുശേഷം +2 കഴിഞ്ഞ് നമ്മൾ പല സ്റ്റേറ്റ് KCYM-ൻ്റെ ലീഡർഷിപ്പ് റോളിലുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലെ പ്രസംഗ മത്സരങ്ങളിൽ സ്കൂളിൽ പഠിച്ചിരിക്കുന്നു. +2 പഠിക്കുമ്പോഴും വർഷങ്ങളായിട്ട് സ്റ്റേറ്റിൽ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ക്രൈസ്റ്റ് കോളേജാണ്, ഓട്ടോണമസ് കോളേജാണ് ഞാൻ ബാംഗ്ലൂർ. നമ്മൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഗ്രി 3 മാസം അവിടെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം UK വരുന്നു. UK വരുന്ന ഞാൻ UK വരാൻ കാരണം എന്താ? UK വരാൻ കാരണം അന്ന് ഞാൻ എല്ലാവരും മറ്റു രാജ്യങ്ങളിലെ ഓപ്പർച്യൂണിറ്റീസ് നോക്കി വരും. 2007 അല്ല, അപ്പം നിങ്ങൾക്ക് വേറെ ബിസിനസ് പശ്ചാത്തലമൊന്നും ഒന്നുമില്ല? ഇല്ല, എൻ്റെ ഫാദർ പ്ലാന്ററാണ്. അതിനപ്പുറം വേറെ ബിസിനസ് പശ്ചാത്തലം ഒന്നുമില്ല. ഞാൻ UK വരുന്ന പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് UK വളരെ പോപ്പുലറാണ്. ഇന്ത്യയിൽ വളരെ റാൻഡമായിട്ട് 1-2 പേരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ കേരളത്തിൽ മാത്യു അയാളങ്ങാണ്ട് ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സർവീസ് മുതലാണ് ആ കാലത്ത്. മാത്യു ഇപ്പോഴും ഉണ്ട് അവിടെ ബ്രിഗേഡിലോ. അയാൾ അന്ന് ACC ആയിരുന്നു ക്വാളിഫൈഡ്. അപ്പോൾ ACC എന്ന കോഴ്സ് ഇന്ത്യയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം ഇവിടെ ഞാനാണ്. അത് നമ്മൾ ACC കേരളത്തിൽ കൊണ്ടുവരുന്നു. അതിനങ്ങനെ ഇവിടെ നിന്ന് പഠിക്കാൻ വന്നപ്പോൾ അവിടെ തുടങ്ങാൻ? കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ പഠനം കഴിഞ്ഞിട്ടാണ് അല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എങ്ങനെ ചെയ്തത്? എന്ത് ചെയ്തത്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ ഞാൻ കേരളത്തിലെ 5 കോളേജുകളുമായിട്ട് പാർട്ണർഷിപ്പാണ്. അതായത് അന്ന് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അതുപോലെ തന്നെ കുട്ടിക്കാനം മരീൻ കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, കാലിക്കറ്റ് ദേവഗിരി. അവിടെ പോയി സംസാരിച്ചു. കണക്ഷനും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് ആ കോഴ്സുകൾ ഈ ക്യാമ്പസുകളിൽ തുടങ്ങി. ഇവിടെ ACC ബോർഡുണ്ട്. ഇവിടെ ACC ബോർഡിന്റെ ഒരു അനുവാദം അവിടെ പോയി സംസാരിച്ചു. ACC ബോർഡ് സംസാരിച്ചു. അപ്പോൾ അവരവിടെ കോഴ്സ് നടത്താൻ അനുവാദം. ഇവർക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ഫീസ് കൊടുത്താൽ മതി. ACCയുടെ എക്സാം സ്റ്റുഡൻസ് എഴുതണം. അത് ഇവർ നടത്തും. ബ്രിട്ടീഷ് കൗൺസിലാണ് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് കൗൺസിൽ എക്സാം നടത്തി കഴിയുമ്പോൾ ACC സർട്ടിഫൈ. ഫീസ് അവർക്ക് എത്ര മേടിക്കാം? ഫീസ് ട്രെയിനിങ് ഫീ 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് ട്രെയിനിങ് ഫീസ് ഉണ്ട്, രണ്ടാമത് എക്സാം ഫീസ് ഉണ്ട്. എക്സാം ഫീസ് ACC ഡയറക്റ്റ് വാങ്ങുന്നു. ട്രെയിനിങ് ഫീസ് ഞാൻ ട്രെയിനിങ് നടത്തുമ്പോൾ ഞാൻ ട്രെയിനിങ് ഫീസ്. അങ്ങനെയാണ് ACC കേരളത്തിൽ വരുന്നത്. അങ്ങനെയാണ് ACC പഠിച്ച് ഇവിടെ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ പറ്റത്തില്ലോ. അല്ല, ACC ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അന്ന് ഇന്ത്യയിൽ അത്ര അവയർനെസ് ഇല്ല. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി അവയർനെസ് ഉണ്ട്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രൊഫഷനാണ്. അപ്പം ഈ NYKPMG പോലുള്ള ബിഗ് 4 കമ്പനികൾ പ്രാക്ടീസിങ്ങിന് ACC എടുക്കുന്നുണ്ട്. അതുപോലെ എംപ്ലോയേഴ്സിൻ്റെ ഒരു ചോയ്സ് ഉള്ള ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്.
അങ്ങനെ SSC സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിപ്പോൾ പോകുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു അവിടെ? ഉറപ്പായിട്ടും SSC നമ്മൾ കോളേജുകളിൽ ഞാൻ എൻ്റെ മോഡലൊക്കെ മാറി. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ആയിട്ട് തന്നെ അവിടെ പോകുന്നത്? അത് ഞങ്ങളുടെ ബിസിനസ്സായിട്ട് തന്നെ പോകുന്നു. എൻ്റെ മോഡൽ ഒന്ന് മാറി. കാരണം മോഡൽ മാറാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ SSC അവിടെ കേരളം അറിയാമല്ലോ, ആരെന്ത് തുടങ്ങിയാലും അത് ഇമിറ്റേറ്റ് ചെയ്ത് കോപ്പി ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു 4 വർഷം ഞാൻ കൊച്ചിയിൽ അന്ന് ഇൻഫോ പാർക്കിൽ തന്നെ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ കുറച്ച് പ്രശ്നങ്ങളിൽപ്പെട്ട് ഈ ബിസിനസ് തന്നെ സ്റ്റോപ്പ്. അതിന് എന്തൊരു പ്രശ്നമാണെന്ന് ഞാനൊന്ന് കേട്ടിരുന്നു. ഉറപ്പായിട്ട് അതെന്തൊക്കെ വിദേശത്തെങ്ങാണ്ട് പോയതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അതിൽ. അതെല്ലാം അതെന്നെ പറ്റിയത്? അത് ബേസിക്കലി നമ്മൾ KCYM-ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു അച്ഛനൊക്കെ ഉൾപ്പെട്ട കേസാണ്. അതെല്ലാം സോർട്ട് ചെയ്തു. പക്ഷെ അത് കാരണം എൻ്റെ ബിസിനസ് ഒത്തിരി അഫക്റ്റഡായി. ആ ബിസിനസ് അഫക്റ്റഡായി ശേഷം ആ സമയത്ത് നമ്മുടെ ഹെഡ് ചെയ്തിരുന്ന നമ്മുടെ SSCക്ക് സ്റ്റുഡൻസിനെ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാമല്ലോ. അതിന് സ്റ്റുഡൻസിനെ നമ്മൾ ഒരിക്കലും ഒരു കോളേജ് പോലെ ഡിഗ്രി അവാർഡ് ചെയ്യുന്ന SSC ആയതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ നാളെ ഷാജിൻ്റെ അടുത്ത് പഠിക്കാൻ ട്യൂഷൻ പോലെയാണ്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന എനിക്ക് 700 കുട്ടികളന്നുണ്ട് SSC പഠിക്കുന്നത്. അന്ന് വർക്ക് ചെയ്തിരുന്ന എനിക്ക് തന്ന അക്കാഡമി ഹെഡ് പുള്ളി പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഞാൻ എടുത്ത് പഠിപ്പിച്ച ഫാക്കൽറ്റീസ് എല്ലാം പോയി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങി. വളരെ സ്പ്ലിറ്റായി പോയി സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി. കാരണം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഫീസ് ട്യൂട്ടർ ഫോക്കസ്ഡ് ആയി കോഴ്സ്. കാരണം ടീച്ചർ നന്നാണെങ്കിൽ അത് പോകുന്നു. അപ്പോൾ അങ്ങനെ ഫിറ്റായി പോകുന്നു. എനിക്ക് ഒത്തിരി ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും UK വരുമ്പോൾ ഞാൻ വേറൊരു കമ്പനി ഡിഗ്രി പഠനം പൂർത്തിയാക്കാതാണ് തിരിച്ചു പോയത് അങ്ങോട്ട്? അല്ല, ഡിഗ്രി കണ്ടിന്യൂ ചെയ്തു. അപ്പം UK തന്നെ നമ്മൾ എൻ്റെ പഠിപ്പിച്ചൊരു പ്രൊഫസറുണ്ട്, ഒരു ജൂലിയൻ മാർഷട്ട് എന്ന് പറയും. പുള്ളി അന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ഫൈനാൻസിൽ പ്രൊഫസറായിരുന്നു. പുള്ളി അതിന് ശേഷം സ്വിസ് ബാങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അഡ്വൈസറായി വർക്ക് ചെയ്യുമായിരുന്നു. നിങ്ങളുടെ സ്വിസ് ബാങ്കിൽ അങ്ങനെ നിക്ഷേപം ഇല്ല, ഒന്നുമില്ല. അപ്പം പുള്ളിയുടെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട്, വെർസോ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് മുഖ്യമന്ത്രിയായിട്ടൊക്കെ ബന്ധം, സ്വിസ് ബാങ്കിൻ്റെ ഇടനിലക്കാരനായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ശരി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ജൂലിയൻ അപ്പോൾ നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ് നമ്മളിപ്പോൾ അത്രയൊരു ഫിനാൻഷ്യലി പ്രശ്നം പോകുന്നു. അപ്പോൾ അതിന് ജൂലിയൻ നമ്മളൊരു ഫൗണ്ട് ചെയ്യുന്ന ISDC എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യുന്നു, UK ബേസ് ചെയ്ത്. ആ കമ്പനി SSC മാത്രമല്ല, SSC ഉറപ്പായിട്ട് ഇപ്പോൾ ഒത്തിരി പേര് കൂണുപോലെ മുളച്ചു, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങി, അവരെല്ലാം പഠിപ്പിക്കുകയാണ്. കാരണം നമ്മളിത് ഫീസ് വാറാണ്. കാരണം ഞാൻ 15,000 കൊടുക്കുന്ന 10,000 കൊടുത്ത കുട്ടികൾ അങ്ങോട്ട് പോകും. പിന്നെ ഫാക്കൽറ്റി ബേസ് ആയതുകൊണ്ട് ഈ ബിസിനസ് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ ISDC എന്ന് പറയുന്നത് SSC മാത്രമല്ല, SSC പോലെ UKയിൽ ഏകദേശം 200-300ഓളം പ്രൊഫഷണൽ ബോഡികളുണ്ട്. അക്കൗണ്ടിങ്ങിന് SSC പോലെ CIMA ഉണ്ട്, SIPFA ഉണ്ട്, ഇവിടുത്തെ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ഉണ്ട്. അതുപോലെ പല പ്രൊഫഷനും ഇവിടെ ഒരു ചാർട്ടേഡ് ബോഡികളുണ്ട്. പിന്നെ SSC പോലെ എല്ലാ ചാർട്ടേഡ് ബോഡികളെയും പല രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ്, ബിസിനസ് മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ISDCയിൽ. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് അലോൺ ട്രെയിനിങ് സെൻറ്റർ ആവാതെ, സ്റ്റാൻഡ് അലോൺ ട്രെയിനിങ് സെൻറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ആസ് എ ബിസിനസ് റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസ് ഒരു BCom അല്ലെങ്കിൽ BBA ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർ പഠിക്കുന്ന BCom-ൻ്റെയും BBA-യുടെയും കരിക്കുലം എന്ന് പറയുന്ന SSCയുടെ കരിക്കുലം ആയിരിക്കും. അത് UK യൂണിവേഴ്സിറ്റികളിലുണ്ട് മോഡൽ. കാരണം UK എല്ലാ യൂണിവേഴ്സിറ്റികളും SSC ഇൻറ്റഗ്രേറ്റഡ് ആണ്. അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി മൂവ്മെൻറ്റ് എൻ്റെ ബിസിനസ് മോഡലെ കംപ്ലീറ്റ് മാറ്റി. ആ യൂണിവേഴ്സിറ്റി മൂവ്മെൻറ്റുകൾ പിന്നെ ഇന്ത്യയിൽ 350ഓളം യൂണിവേഴ്സിറ്റികളിൽ ISDC വർക്ക് ചെയ്യുന്നുണ്ട്. SSC മാത്രമല്ല പല പ്രൊഫഷൻ. അപ്പോൾ ഫോറൻസിക് സയൻസ് ഉണ്ട്. അതുപോലെ UK ബേസ്ഡ് കമ്പനിയാണ്. UK ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയിൽ നമുക്ക് സ്റ്റാൻഡ് അലോൺ ഇൻഡിപെൻഡന്റ് കമ്പനിയുണ്ട് ഇന്ത്യയിലും. അപ്പോൾ ആ കമ്പനികൾ ഇത്തരം കോഴ്സുകൾ, അപ്പോൾ അതിലേക്ക് പഠിക്കുന്നവർ അത് തുടരും, ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റി പോയാലും പിള്ളേർ പോകത്തില്ല. അത് മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം വളരെ റെപ്യൂട്ടഡ് ആണ്. മണിപ്പാൽ അല്ലെങ്കിൽ സിംബയോസിസ്, VIT, അങ്ങനെ ആ ബ്രാൻഡ് നല്ല ക്വാളിറ്റി ബ്രാൻഡ്സുമായിട്ട്. കാരണം ഇതൊരു കോൺസെപ്റ്റ് പുതിയതായിരുന്നു. ഈ കോൺസെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവിടെയൊക്കെ എങ്ങനെ എത്തപ്പെട്ട സിംബയോസിസിലൊക്കെ നിങ്ങൾ എത്തപ്പെട്ട ചെന്ന് സംസാരിച്ച് നമ്മൾ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂർ നമ്മൾ 3-4 നല്ല ബ്രാൻഡുകൾ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റെഫറൻസ് വന്ന് 2012, 13, 14 അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ആഴ്ച ഇതിനൊന്നും നിങ്ങൾ പരസ്യം ചെയ്യാറില്ലോ? നിങ്ങൾ ഇല്ല, അതിനൊരിക്കലും അതൊരു B2B2C മോഡലാണ്. കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടാണ് നമ്മൾ പാർട്ട്ണർ ചെയ്യുന്നത്. അവരാണ് ആ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനൊരു B2B പ്രൊവൈഡർ മാത്രമാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ജെയിൻ എൻ്റെ ഒരു ക്ലയൻറ്റായിട്ട് വരുന്നത്. അങ്ങനെ വന്നതാണ്. ജെയിനിൽ ഏകദേശം 42ഓളം കോഴ്സുകൾ ISDC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SSC മാത്രമല്ല, ഫോറൻസിക് സയൻസ്, അതുപോലെ തന്നെ BCS, ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സയൻസ് സൊസൈറ്റി. നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കുന്നവർക്ക്? അപ്പോൾ നമ്മൾ അവരുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കരിക്കുലം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ SSCയുടെ അക്രഡിറ്റേഷൻ വാങ്ങണം. SSCയുടെ അക്രഡിറ്റേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ഈ 13-14 പേപ്പറുകളിൽ കുട്ടികൾക്ക് 9 പേപ്പർ വരെ എക്സംഷൻ കിട്ടും. അവർ 3-4 പേപ്പർ എഴുതിയാൽ മതി.
അപ്പോൾ അങ്ങനെ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. SSC അങ്ങനെ എല്ലാ ചാർട്ടേഡ് ബോഡികൾക്കും അങ്ങനെ ഒരു മോഡലുകളുണ്ട്. ആ മോഡൽ ക്രിയേറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റികൾക്ക് ഇത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. കാരണം അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു IP ക്രിയേറ്റ് ചെയ്യാൻ പല യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് കോപ്പിയും പേസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് IP ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അവരുടെ ഫാക്കൽറ്റികളെ നമ്മൾ ട്രെയിൻ ചെയ്ത് FDP നമ്മൾ ഇവിടെ നിന്ന് UK എന്നൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഫ്ലൈ ഡൗൺ ചെയ്യിപ്പിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ജെയിൻ യൂണിവേഴ്സിറ്റി കൂടാതുള്ള ബിസിനസ് സെൻറ്ററിയുടെ കാര്യം പറയുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെല്ലാം കൂടെ ജെയിൻ യൂണിവേഴ്സിറ്റി അല്ലാതെ നിങ്ങളുടെ ഓൺ സ്റ്റാഫായിട്ട് കേരളത്തിൽ എത്ര പേരുണ്ടാവും? കേരളം നമ്മൾ ബാംഗ്ലൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മൾ ഏകദേശം എനിക്ക് 1200ഓളം ബാംഗ്ലൂർ ബേസിൽ. മറ്റിടങ്ങളിലുണ്ടോ? ഇല്ല, എല്ലാ ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾ 25 സ്റ്റേറ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഓഫീസ് ഉള്ളത് നമ്മുടെ മെയിൻ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ലണ്ടനും ഉണ്ട്. പിന്നെ കൊച്ചിയിൽ ഓഫീസുണ്ട്. കൊച്ചിയിൽ നമ്മുടെ അത് ജെയിനുമായിട്ട് ബന്ധമൊന്നുമില്ല. ജെയിൻ അതിന് ഒരു ജെയിൻ നിങ്ങൾ ജെയിനിൽ ആണല്ലോ ഈ പ്രൊമോട്ട് ചെയ്യുന്നതും മുമ്പിൽ നിൽക്കുന്നതും ജെയിനാണല്ലോ. ജെയിനുമായിട്ട് നമ്മൾ ജെയിനിൻ്റെ പുതിയ ഇനിഷ്യേറ്റീവ്സ് ഹെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പല സർവീസുകളും ഈ ISTC ഒരു സർവീസ് കമ്പനി. നിങ്ങൾ ജെയിനിൻ്റെ ഡയറക്ടറിലാണോ? ഞാൻ വെറുതെ ഒരു ജീവനക്കാരനാണ്. ഡയറക്ടർ ഫോർ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ആണ്. കാരണം ജെയിൻ്റെ പല ന്യൂ ഇനിഷ്യേറ്റീവ്സിൻ്റെയും സർവീസസ് ISTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ISTCയുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ്. അപ്പോൾ ജെയിനിൽ കുറച്ചും കൂടെ കൂടുതൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജെയിനിൽ നമ്മൾ ഞാൻ ചോദിക്കുന്നത്, വെറുതെ ഒരു സർവീസ് പ്രൊവൈഡർക്ക് അപ്പുറത്തേക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റിൽ നിങ്ങളും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഇനിഷ്യേറ്റീവ്സിൻ്റെ സീനിയർ ലീഡർഷിപ്പ് ടീമിൽ ഉണ്ട്. എന്നുവെച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് നഷ്ടമോ ലാഭം ഉണ്ടായാലും നിങ്ങളെ ബാധിക്കാം. അതൊരു യൂണിവേഴ്സിറ്റിക്ക് നഷ്ടവും ലാഭം ഉണ്ടായാലും നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അത്ര ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അപ്പം നിങ്ങൾ കൂടുതൽ എവിടെ കേരളത്തിൽ കൊച്ചിയിലാണ് ഉണ്ടാകുന്നത്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിന് മാസത്തിലൊരു 10 ദിവസം UK സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി 20 ദിവസം ഇന്ത്യയിൽ. അതിൽ കൂടുതൽ സമയം ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്യുന്നു. മറ്റെന്തൊക്കെ സംരംഭങ്ങളാണ് നിങ്ങൾക്കുള്ളത്? പിന്നെ നമുക്ക് USDC എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ കോഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് 2 മെയിൻ ഫ്ലാഗ്ഷിപ്പ് കമ്പനികളുള്ളത്. ഒന്ന് ISDC, രണ്ടാമത് USDC. USDC എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓൺലൈൻ റെഗുലേഷൻ വരുമ്പോൾ 2021 ഓൺലൈൻ റെഗുലേഷൻ വന്നപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് ഇത് എങ്ങനെ ഈ ഓൺലൈൻ ഡിഗ്രീസ് ലോഞ്ച് ചെയ്യണം, അതിൻ്റെ പ്ലാറ്റ്ഫോം, അതിൻ്റെ കോണ്ടൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ നോഹോ യൂണിവേഴ്സിറ്റികൾ കുറവായിരുന്നു. കാരണം അവരെല്ലാം ഫേസ് ടു ഫേസ് ട്രഡീഷണൽ മോഡലിൽ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്ത് ക്യാമ്പസിൽ കൊണ്ടുവന്ന് 60-100 പേരുടെ ക്ലാസ് റൂം മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ മോഡൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്ലാറ്റ്ഫോം യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ സെല്ല് ചെയ്യും. അങ്ങനെ 25 യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ബിസിനസ് എന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം എനിക്കൊന്ന് 55,000 കുട്ടികളുണ്ട്. ആ കമ്പനി റീസെൻ്റ്ലി വാല്യൂഡ് $250 million വാല്യുവേഷനായി നമ്മളത് ഒരു ഇൻവെസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നമ്മൾ ഏറ്റവും ഗ്രോത്ത് അത് ബേസിക്കലി യൂണിവേഴ്സിറ്റികൾക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ പഠിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. നിങ്ങളാണ് റെഡിയായി കൊടുക്കുന്നത്? അത് നമ്മൾ റെഡിയായി കൊടുക്കുന്നത്. ഓക്കെ. അല്ല, കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആവുകയും ചെയ്യാം. കോമൺ ആയിട്ട് പ്ലാറ്റ്ഫോം, നമ്മുടെ അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോം ഒക്കെ പോലെ തന്നെ. അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോം ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം എന്നതിലുപരിയായിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് ഒരു ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ട എല്ലാ ആർക്കിടെക്ചറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന് വാല്യൂ ആഡഡ് സപ്പോർട്ടുകൾ അവരുടെ മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, സ്റ്റുഡൻറ്റിന് അക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പുതിയ കോണ്ടന്റുകൾ ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിനൊക്കെയുള്ള ഓഫീസ് സംവിധാനം സ്റ്റാഫൊക്കെ ഉണ്ട്. നമ്മൾ 1200ഓളം സ്റ്റാഫ് സ്ട്രെങ്ത്തിൽ എനിക്ക് 400-450 ഈ പറയുന്ന USDCയുടെ സ്റ്റാഫാണ്. അത് ഈ കർണാടക സർക്കാരുമായിട്ട് സഹകരിച്ച് നിങ്ങൾ ചില പ്രോജക്റ്റ് ചെയ്തിട്ട്? ഒത്തിരിയായിട്ട്. കർണാടക പഴയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നപ്പം അവരുടെ തിങ്ക് ടാങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അതുപോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ജെയിൻ വർക്ക് ചെയ്യും. കാരണം ഒന്ന് ജെയിൻ്റെ കർണാടകയിലെ ബാംഗ്ലൂരിലെ എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ജെയിനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ISDC ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലെ എല്ലാ ഓട്ടോണമസ് കോളേജുകളും നമ്മളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലെ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും നമ്മളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻ്റഗ്രേഷൻ, ഗവൺമെൻറ് ലെവലിലുള്ള സപ്പോർട്ട് മറ്റ് സ്റ്റേറ്റുകളെക്കാളും കർണാടകയിൽ കൂടുതലായിരുന്നു. കാരണം വളരെ വിഷണറി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കർണാടകയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ ക്ലോസ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റി, നല്ല പ്രൊവാക്റ്റീവായിട്ട്. ഗവൺമെൻറ് മാറിയത് അത് ബാധിച്ചോ? ഇല്ല, ഗവൺമെൻറ് മാറിയത് ഈ എഡ്യൂക്കേഷൻ പോളിസികളിൽ ഗവൺമെൻറ് ഞങ്ങളൊരു പൊളിറ്റിക്സിനോട് നമ്മളൊരു നോൺ പൊളിറ്റിക്കൽ
സ്റ്റാൻഡ് എടുക്കുന്നത്. കാരണം പൊളിറ്റിക്സിനുപരി നമ്മൾ വിഷനോട് അലൈൻ ചെയ്യുക എന്നതാണ് ആസ് എ കമ്പനി, ആസ് എ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പഴയ ഗവൺമെൻറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രൊമോട്ട് ചെയ്തു. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുന്നു. കാരണം അവർ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയും കൂടിയാണല്ലോ. പല ഗവൺമെൻറ് മാറുമ്പോൾ അവർ വേറെ ആശയങ്ങൾ വരും. അപ്പം ഞങ്ങൾക്കൊരു ഗവൺമെൻറ് നമ്മളോട് കോപ്പറേറ്റീവാണ്. പക്ഷേ നമുക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്ത കോൺസെപ്റ്റ് നാളെ പോയി മാറ്റി പറയാൻ, പൊളിറ്റിക്കൽ പാർട്ടി പോലെ മാറ്റി പറയാൻ ആസ് എ ഓർഗനൈസേഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു നോൺ കോപ്പറേഷനൊന്നുമില്ല. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രോജക്റ്റ്, അതായത് ഈ ഡിസൈൻ? ഉറപ്പായിട്ടും കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസൈൻ എഡ്യൂക്കേഷൻ നമ്മൾ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ UK ആസ്ഥാനമായ വേൾഡ് ഡിസൈൻ കൗൺസിൽ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡിസൈൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ബാംഗ്ലൂർ ഡിസൈൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേരളത്തിലെ കൊച്ചി ഡിസൈൻ വീക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ റിപ്ലിക്കേറ്റ് ചെയ്ത് ബാംഗ്ലൂർ ഡിസൈൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഡിസൈൻ ബാംഗ്ലൂർ ഡിസൈൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ, അതൊക്കെ നമ്മൾ ആദ്യം ബ്രെയിൻ സ്റ്റോം ചെയ്ത കോൺസെപ്റ്റുകളാണ്. അത് ആക്റ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. അതിനൊന്നും ഗവൺമെൻറ് മാറിയെന്ന് വെച്ചാൽ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കുറേ സ്റ്റാർട്ടപ്സിൽ ആക്റ്റീവായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ട്രിപ്ലൈ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് അക്കാഡമി ഉണ്ട്. അതുപോലെ തന്നെ ഡുപോർട്ട് എന്ന് പറയുന്ന ഒരു AI സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതെല്ലാം ടോം തന്നെ നോക്കുമോ? അല്ല, ഞാൻ ഈ സ്റ്റാർട്ടപ്സുകൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സർപ്ലസ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു സർപ്ലസ് ഞാൻ സ്റ്റാർട്ടപ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവർക്കൊരു സ്ട്രാറ്റജിക് ഡയറക്ഷൻ കൊടുക്കുന്നു. ആ സ്ട്രാറ്റജിക് ഡയറക്ഷൻ അനുസരിച്ച് സ്റ്റാർട്ടപ്പുകൾ അവരുടെ ഓരോ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ഇപ്പം ഡുപോർട്ട് ആണെങ്കിൽ അജാസ് എന്ന് പറഞ്ഞൊരു NIT അലുമിനിയാണ് റൺ ചെയ്യുന്നത്. ഒരു NIT പാസ്ഡ് ഔട്ട് ആയിട്ടുള്ള അലുമിനൈസിൻ്റെയാണത്. അതുപോലെ തന്നെ ഈ നമ്മൾ അടുത്തിടെ ചെയ്ത് പറഞ്ഞുകൊണ്ട് ട്രിപ്ലൈ എന്ന് പറയുന്നത്, രണ്ട് മിടുക്കരായ ദീപക് അല്ലെങ്കിൽ ജോബിൻ എന്ന് പറഞ്ഞ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അവരുടെ വിഷനോട് അലൈൻ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സ്ട്രാറ്റജിക് ഡയറക്ഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ റോംസ് ആൻഡ് റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റിൻ്റെ ഒരു ചെയിൻ ഓഫ് സ്റ്റോഴ്സ് ഉണ്ട്. നമുക്ക് കേരളത്തിലെ ലാർജസ്റ്റ് പെറ്റ് സ്റ്റോറാണ്. അപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റീസെൻ്റായിട്ട് ഒരു വിമൻ ഹൈജീൻ്റെ ഫെമി സേഫ് എന്ന് പറയുന്നത് ഒരു മെൻസ്ട്രൽ ഹൈജീനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കമ്പനി. അതുപോലെ MedPG എന്ന് പറയും, മെഡിക്കൽ നീറ്റ് കോഴ്സുകൾക്ക് നമ്മൾ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവരെ പ്രിപ്പയർ ചെയ്യുന്നൊരു കമ്പനി. അങ്ങനെ ഒരു 6-7 സ്റ്റാർട്ടപ്പുകളിൽ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ തൊടുപുഴ പോലൊരു സ്ഥലത്തു നിന്ന്, അല്ലെങ്കിൽ ആഴക്കുളം പോലൊരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ നിങ്ങളുടെ ഈ അസാധാരണമായ നേട്ടങ്ങളിലൂടെ ഈ യാത്ര അഭിനന്ദനീയമാണ്. ഇനി കൂടുതൽ വിജയം വരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പലർക്കും അറിയില്ല നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോഴും കർണാടകക്കാരും വെച്ചിട്ട് ഇവിടെ ചെയ്യുന്നല്ലാതെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും ഇനിഷ്യേറ്റീവും ഒന്നും അവർക്കറിയില്ല. എന്തായാലും നിയമപരമായി ചെയ്യുക. എനിക്ക് മാത്രമുള്ള ഒരു കാര്യവും, ഈ പണത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു സക്സസ് ആയി കഴിയുമ്പോൾ പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്, നീ പണത്തിന് വേണ്ടി എത്തിക്സ് വിട്ടു. നമുക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല. അപ്പം ഞാനൊരു ഉദാഹരണമാണ്. നമുക്ക് എത്തിക്സ് ഉണ്ടാകും, അതിലേക്ക് അത് മാത്രം ഉറപ്പാക്കി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. എല്ലാവിധ ആശംസയും. താങ്ക് യു.